ബി.ജെ.പിയെ തോൽപ്പിക്കാനാണ് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചത്. ഇപ്പോൾ അതിന്റെ പേര് ഇന്ത്യ മുന്നണി എന്നാണ്. നേരത്തെ അതിന് ഇന്ത്യ മുന്നണി എന്ന പേര് വന്നിരുന്നില്ല. ആ പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടും മൂന്നും തവണ പ്രതിപക്ഷ പാർട്ടികളുടെ കോൺക്ലേവുകൾ കൽക്കട്ടയിലും ബാംഗ്ലൂരിലൊക്കെ ആയിട്ട് നടന്നിരുന്നു. അപ്പോൾ അന്ന് അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു വഴി ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോ സംസ്ഥാനത്തും ഏത് പാർട്ടിക്കാണ് സ്വാധീനം ആ പാർട്ടിയെ മറ്റു പാർട്ടികൾ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ DMKക്കാണ് കൂടുതൽ ശക്തി, അവിടെ മറ്റു പാർട്ടികൾ DMK സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ബംഗാളിൽ TMCക്കാണ് ശക്തി, അവിടെ മറ്റു പാർട്ടികൾ TMCയെ സപ്പോർട്ട് ചെയ്യണം. ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ്, മഹാരാഷ്ട്രയിൽ ശിവസേനയാണ്. അതേപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും അതാത് പാർട്ടികളാണുള്ളത്, ആ പാർട്ടികളെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ്, കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ആണ്. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ പാർട്ടി എന്ന് പറയാമെങ്കിലും എല്ലാ സ്ഥലത്തും അവർക്ക് അതിനുള്ള സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന്റെ മേധാവിത്വം ഏതാണ്ട് ഇല്ലാതായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഡൽഹിയിൽ എന്താ നടന്നിരിക്കുന്നത്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഫെബ്രുവരി 5-ന്. അപ്പം TMC തൃണമൂൽ കോൺഗ്രസും അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും, കാരണം ഈ രണ്ട് പാർട്ടികൾക്കും സാമാന്യം സ്വാധീനമുണ്ട് ഡൽഹിയിൽ. മറ്റ് സംസ്ഥാനങ്ങൾ അവർക്കുള്ള സ്വാധീനമില്ലെങ്കിലും, കാരണം ഡൽഹി എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വോട്ടർമാരായിട്ടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ബംഗാളികളുണ്ട്, ഉത്തരേന്ത്യക്കാരുണ്ട്, അതിൽ UPയിൽ നിന്നുള്ള നിരവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സമാജ്വാദി പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ വോട്ടിനെ സ്വാധീനിക്കാൻ പറ്റും. അപ്പൊ സമാജ്വാദി പാർട്ടി പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സ്വീകരിച്ച തത്വം എന്ന നിലയിൽ ഏതു പാർട്ടിക്കാണോ സ്വാധീനം ആ പാർട്ടിയെ ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വേണ്ടി ആ പാർട്ടിയെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആം ആദ്മി പാർട്ടിയാണ് പിന്തുണയ്ക്കുന്നത്. കാരണം 70-ൽ 67 സീറ്റും നേടി കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിയാണ് ഡൽഹിയിൽ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഡൽഹിയിൽ ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കണം എന്നാണ് സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും അതേപോലെ തന്നെ മമതയുടെ തൃണമൂൽ കോൺഗ്രസും പറയുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം കോൺഗ്രസ് ആണ്. ഇപ്പൊ കോൺഗ്രസ് പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സമാജ്വാദി പാർട്ടിക്കെതിരായിട്ട്. കോൺഗ്രസിന്റെ സഹറൻപൂർ MP, UPയിലെ സഹറൻപൂർ MP ഇമ്രാൻ മസൂദ്, അദ്ദേഹം ഇപ്പൊ സമാജ്വാദി പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ്. സത്യത്തിൽ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി മാത്രമാണ് കോൺഗ്രസിന് എഴുന്നേറ്റ് നടക്കാൻ UPയിൽ പറ്റിയത്. പക്ഷേ ഇപ്പൊ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണ്. കാരണം നിങ്ങൾ എന്താ ഡൽഹിയിൽ ചെയ്തത്? നിങ്ങൾ ഡൽഹിയിൽ ചെയ്തത് കോൺഗ്രസിനെ പിന്തള്ളി നിങ്ങൾ ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചു. അങ്ങനെയാണെങ്കിൽ അക്കാര്യം നിങ്ങൾ UPയിലും ചെയ്യൂ. നിങ്ങൾ കോൺഗ്രസിനെ ഒഴിവാക്കൂ. കോൺഗ്രസിന് MP പറയാ, കോൺഗ്രസ് ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുക, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് നോക്കൂ എന്നാണ് കോൺഗ്രസിന് MP വെല്ലുവിളിക്കുന്നത്. സത്യത്തിൽ 43 സീറ്റിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൂടി ആകെയുള്ള 80 സീറ്റിൽ 40-ലധികം സീറ്റിൽ 43 സീറ്റിൽ അവർ ജയിച്ചത് സമാജ്വാദി പാർട്ടിയുടെ ശക്തി കൊണ്ടാണ്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ശക്തി കൊണ്ടാണ് ജയിച്ചത്. അതുകൊണ്ടാണ് സഹാറൻപൂരിലെ MP ആരെ വെല്ലുവിളിക്കുന്നത്? സമാജ്വാദി പാർട്ടിയെ വെല്ലുവിളിക്കുന്നത്. പക്ഷെ ആ കോൺഗ്രസിന് അതിന്റെ ഫലം അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇനി അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ബംഗാളിലാണ്. അവിടെ 294 സീറ്റിലും മമതാ ബാനർജി മത്സരിക്കും. അവർ കോൺഗ്രസിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം അവരുടെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കോൺഗ്രസ് CPM ആയിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം CPM-നെതിരെ വളർന്ന് ഫൈറ്റ് ചെയ്ത് രംഗത്ത് വന്ന ആളാണ് മമതാ ബാനർജി. CPM-നെ അധികാരത്തിൽ നിന്ന് 1977 മുതൽ അധികാരത്തിരുന്ന CPM-നെ ദശാബ്ദങ്ങളുടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് മമത അധികാരത്തിൽ കയറിയത്. ആ മമതയോട് CPM ആയിട്ട് സഖ്യം ചെയ്യുന്ന കോൺഗ്രസിനെ എങ്ങനെയാ മമതയ്ക്ക് സഖ്യം ചെയ്യാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. അപ്പം കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ ചെയ്യുന്നത് മമതയെ തോൽപ്പിക്കാൻ വേണ്ടി അവർ CPM-മായി സഖ്യം ചെയ്തു. ഇത് ദേശീയ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗികമായ നിലപാടിനെതിരാ. ഇന്ത്യ മുന്നണി അവർ പറയുന്നത്, ഇന്ത്യ മുന്നണി ഔദ്യോഗികമായി എടുത്ത നിലപാട് ഏതു പാർട്ടിയാണോ ഒരു പ്രദേശത്ത് ശക്തിയുള്ളത് ആ പാർട്ടിക്ക് ബി.ജെ.പിയെ തോൽപ്പിക്കാനുള്ള എല്ലാ പിന്തുണയും ആര് നൽകണം? മറ്റു പാർട്ടികൾ നൽകണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും സഖ്യമായി മത്സരിച്ചു. പക്ഷെ ബംഗാളിൽ മത്സരിക്കാൻ തയ്യാറായില്ല. കാരണം ബംഗാളിൽ മമത 1-2 സീറ്റ് കോൺഗ്രസിന് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ CPM-ആയിട്ട് സഹകരിക്കാൻ അവർ തയ്യാറായില്ല. CPM സത്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിയാണ്. പക്ഷെ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നു. തമിഴ്നാട്ടിൽ പക്ഷെ അവർ ഒരു മുന്നണിയിലാണ് നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ്. രാജസ്ഥാനിൽ ഒരു സീറ്റ്
കോൺഗ്രസ് CPM-ന് മത്സരിക്കാൻ കൊടുത്തു, അവരവിടെ ജയിക്കുകയും ചെയ്തു. പക്ഷേ ഡൽഹിയിൽ അതല്ല സ്ഥിതി. ഡൽഹിയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിച്ചു. 4 സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചു, 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. പക്ഷെ ഇപ്പം പരസ്പരം അവരവിടെ ഫൈറ്റ് ചെയ്യാണ്. രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് കേജ്രിവാളിനെതിരെ സംസാരിക്കുന്നു. അപ്പൊ ഇത് ആം ആദ്മി പാർട്ടി പറയുന്നത് ഇത് ഇന്ത്യ മുന്നണിയുടെ കൺസെപ്റ്റിനെതിരാണ്, ഇന്ത്യ മുന്നണിയുടെ നിലവിലുള്ള നിലപാടുകൾക്കെതിരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മൊത്തത്തിൽ നോക്കിയാൽ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റ് പ്രാദേശിക പാർട്ടികളുടെ കൂടെ മുന്നണി ഉണ്ടാക്കിയ കോൺഗ്രസിനെ ആ പാർട്ടികൾ തന്നെ തള്ളിക്കളയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കശ്മീരിൽ ഒമർ അബ്ദുള്ള പറഞ്ഞു, ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് സഖ്യം ഉപേക്ഷിക്കേണ്ടി വരും. കാരണം ഒമർ അബ്ദുള്ളക്ക് കോൺഗ്രസിന്റെ സഹായം ഇല്ലാതെ തന്നെ കാശ്മീരിൽ പിടിച്ചു നിൽക്കാനാവും. ഇനി അഥവാ കോൺഗ്രസ് സഹായം ഉണ്ടായാലും ഇല്ലെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവിടെ മറ്റൊരു പാർട്ടി, നാഷണൽ PDP ആണ് അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി. BJP ആണ് കോൺഗ്രസ് അല്ലെ ഈ പാർട്ടികൾ എതിർക്കുന്നത്. അങ്ങനെ ഓരോ സംസ്ഥാനത്ത് എടുത്തു നോക്കിയാലും ഉത്തർപ്രദേശിലാണെങ്കിൽ സമാജ്വാദി പാർട്ടിയാണ് ശക്തി, ബംഗാളിൽ TMC ആണ് ശക്തി, ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ശക്തി, ബീഹാറിൽ ലാലു പ്രസാദിന്റെ പാർട്ടിക്കാണ് ശക്തി, തമിഴ്നാട്ടിൽ DMK-ക്കാണ് ശക്തി. അപ്പൊ കോൺഗ്രസിന് 2-3 സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് കോൺഗ്രസ് ഒതുങ്ങി നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും മാത്രമേ നേതൃത്വത്തിൽ അവശേഷിച്ചിട്ടുണ്ടാവൂ. അതേപോലെ തന്നെ KC വേണുഗോപാലും കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ മാത്രം. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ നേതൃത്വം തന്നെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോവും. പകരം മിക്ക പാർട്ടികളും മമതാ ബാനർജി അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു വർഷത്തിനുള്ളിൽ മമത ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് വരികയും കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ട പാർട്ടി, കാരണം വർഷങ്ങളായിട്ട് ദശകങ്ങളായിട്ട് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടി ഇന്ന് എവിടെയില്ലാത്തൊരു പാർട്ടിയായിട്ട് മാറി. കേരളത്തിൽ തന്നെ അത് നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടിയാണ്. ഇപ്പൊ ഇന്ന് കോൺഗ്രസിന് തെലങ്കാനയിൽ മാത്രമാണ് അല്പം സ്വാധീനമുള്ളത്, അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിലും. ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ഏതാണ്ട് ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അടുത്ത ഈ വരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടു. ഇപ്പം ഫെബ്രുവരി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഡൽഹിയിൽ തൂത്തെറിയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതോടുകൂടി കോൺഗ്രസിന്റെ പതനം ഏതാണ്ട് പൂർത്തിയാവുമെന്ന നിലയിലാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ തന്നെ കോൺഗ്രസിനെ തള്ളിപ്പറയുന്നത്. അതിന്റെ വേദനയിൽ അല്ലെങ്കിൽ ആ വേവലാതിയിലാണ് ഇപ്പൊ അവസാനമായിട്ട് കോൺഗ്രസ് MP സമാജ്വാദി പാർട്ടിയെ വെല്ലുവിളിക്കാൻ പോകുന്നത്.